എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു പ്രീമിയം കാർ സ്വന്തമാക്കുക എന്നുള്ളത്. അതും ഒരു കുറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിലോ 2010 മോഡൽ കൊറോള ഓൾട്ടീസ് ഓട്ടോമാറ്റിക് പെട്രോൾ VL ഓപ്ഷനിലുള്ള ഈ ഒരു വെഹിക്കിൾ അതും 3,60,000 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. ഒരു ഓട്ടോമാറ്റിക് സെഡാൻ നോക്കുന്ന ആൾക്കാർക്ക് മറ്റ് ഏത് വാഹനങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിലും അതിനേക്കാളെല്ലാം ബെറ്റർ ആയിരിക്കും ഈ കൊറോള ഓൾട്ടീസ് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പിൽ 1,20,000 കിലോമീറ്റർ ഫുള്ളി കമ്പനി സർവീസിൽ യൂസ് ചെയ്തിട്ടുള്ള ടോപ്പ് എൻഡ് മോഡൽ ഈ ഒരു വെഹിക്കിൾ. ഇതിൻ്റെ ക്ലോസ് അപ്പ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാഷർ വരുന്നുണ്ട്. ഹെഡ്ലാമ്പ് വാഷേഴ്സ് എല്ലാം ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും എല്ലാം ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള ഡാമേജോ ഡെൻറ്റുകളോ മേജറായിട്ടുള്ള റീപെയിൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വെഹിക്കിളിൻ്റെ ഒരു ഭാഗത്തൊന്നുമില്ല. മാത്രമല്ല കമ്പനി അലോയ് വീൽസ് വരുന്നുണ്ട്. അലോയ് വീലിൻ്റെ ഭാഗമാണെങ്കിൽ പോലും യാതൊരു ഡാമേജും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഒരു പ്രീമിയം കസ്റ്റമർ പ്രീമിയമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം വെഹിക്കിൾ തന്നെയാണ്. അതുപോലെ തന്നെ മിററും അതും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ് അപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജസും ഒരു ഭാഗത്തുനിന്നും ഇല്ല. നമ്മൾ കോർണർ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള അണ്ടർ ബോഡി ഡാമേജസോ അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലോസി ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ക്രോം ഫിനിഷിങ്ങൊന്നും ക്ലോസ് അപ്പ് വ്യൂവിൽ നമ്മൾ നോക്കാൻ മനസ്സിലാവും. യാതൊരു വിധത്തിലുള്ള ഡാമേജസും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെൽ മെയിൻറ്റെയിൻഡ് കൊറോള ഓൾട്ടീസാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ എഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടയേഴ്സിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഏകദേശം 50% കണ്ടീഷനാണ് എല്ലാ ടയറിൻ്റെയും ഓവറോൾ കണ്ടീഷൻ വരുന്നത്. അതും മിഷലിൻ്റെ ടയേഴ്സാണ് വരുന്നത് വെഹിക്കിളിന്. നമ്മൾ ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ കണ്ടീഷനാണെങ്കിലും റിയറിൽ വരുന്ന ആ ഒരു ഡമ്മി ആണെന്നുണ്ടെങ്കിലും ബമ്പറിൻ്റെ ഓവറോൾ ക്ലോസ് അപ്പ് വ്യൂവിൽ എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റായിട്ട് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ് വരുന്നത്. ബി ഓപ്ഷനാണ്. 1.8 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതും 4 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിൻ. അതുപോലെ തന്നെ ടൊയോട്ടയുടെ എഞ്ചിൻ തന്നെയാണ്. ഏകദേശം 5 lakh കിലോമീറ്റർ നിങ്ങൾക്ക് വാറണ്ടിയിൽ ഓടിക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള ഡാമേജസും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് പോലും വരാത്ത ഒരു ലോ മെയിൻ്റനൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്രോൾ വെഹിക്കിളും കൂടിയാണ് ഈ ഒരു കൊറോള. നമുക്ക് ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് കോർണർ വ്യൂവിൽ യാതൊരു വിധ ഡാമേജുകളോ ഫ്ലീറ്റ്സോ കാര്യങ്ങളോ നോർമലി ഈ വെഹിക്കിളിന് ഫ്ലീറ്റ്സ് കാണാറില്ല. കാരണം അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഡാമേജസ് ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ വീലാർച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലോസ് അപ്പ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വളരെ ക്ലോസ് അപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും ബോഡി ഫ്ലീറ്റ്സോ കാര്യങ്ങളോ നമ്മൾ ഇതിൻ്റെ റണ്ണിങ് ബോർഡിൻ്റെ ഭാഗം മുതൽ ഇതിൻ്റെ ടോപ്പ് പോർഷനിലുള്ള റൂഫിൻ്റെ ഭാഗം വരെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ യാതൊരു ഡാമേജും ഇല്ലാതെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നീറ്റായിട്ട് തന്നെ വെഹിക്കിളിന് കാണാൻ പറ്റും. മാത്രമല്ല ടയേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ടയേഴ്സും ഏകദേശം ഒരു 40 to 50% കണ്ടീഷനിലാണ് ഉള്ളത്. അതും മിഷലിൻ്റെ ടയേഴ്സാണ്. ഏകദേശം 10,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യേണ്ട കണ്ടീഷനിലാണ്. മാത്രമല്ല മിറർ ആണെന്നുണ്ടെങ്കിലും ഓരോ എഡ്ജസും ഓരോ ഭാഗങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ വെഹിക്കിൾ എക്സ്റ്റീരിയർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് VL ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വെഹിക്കിളാണ്. ഇതിൻ്റെ ഗ്ലാസസ് എല്ലാം തന്നെ ഓൾറെഡി ടിൻറ്റഡ് ഗ്ലാസ്സാണ് വരുന്നത്. അത് കമ്പനി വരുന്ന ടിൻറ്റഡ് ഗ്ലാസ്സാണ്. മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സൺ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പൊസിഷൻ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഓരോ ഭാഗങ്ങളും എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ ലോക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഭാഗങ്ങളും ഡാഷ്ബോർഡ് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഡോറിൻ്റെയൊക്കെ താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എഡ്ജസും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജസോ സ്ക്രൂസോ ഒന്നും രണ്ടാമത് ചെയ്യാതെ ആ ഒരു കമ്പനി വന്നപ്പോഴുള്ള ആ സ്കേർട്ടിങ്ങിൽ വരുന്ന സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നോർമലി എല്ലാവരും വണ്ടി നോക്കാൻ പോകുമ്പോഴല്ലോ നമ്മൾ വീഡിയോയിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് പോയി നോക്കാൻ നേരത്ത് ഇത്തരത്തിലുള്ള ഡീറ്റെയിലിങ് നമ്മൾ നോക്കുമ്പോൾ പല ഭാഗത്തും പുട്ടിയിട്ടിട്ട് വെച്ചിട്ടും ഒട്ടിച്ച് വെച്ചിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ക്ലോസ് അപ്പ് വ്യൂവിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കമ്പനി വന്നപ്പോഴുള്ള ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഓരോ എഡ്ജസും ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല സ്റ്റിയറിംഗ് വീലാണെങ്കിലും സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾസ് ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും അതുപോലെ ഗിയർ നോബാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പനി വരുമ്പോഴുള്ള സ്റ്റീരിയോ അതുപോലെ തന്നെ ഗുഡ് കൂളിംഗ് എ സിയുടെ എയർ ഫ്ലോയുടെ കാര്യം എടുത്തു പറയാം. നല്ല എയർ ഫ്ലോ ഉണ്ട്. മാത്രമല്ല സഡനായിട്ട് കൂളാകുന്നുണ്ട്. ഗ്ലോ ബോക്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സീറ്റ് എല്ലാം ലെതർ സീറ്റാണ് വരുന്നത്. ആ സീറ്റിൻ്റെ കണ്ടീഷനാണെങ്കിലും എല്ലാ എഡ്ജസ് ആണെങ്കിലും വെഹിക്കിൾ
ഓവറോൾ നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഉള്ള കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെഹിക്കിളാണ്. ഫുള്ളി കമ്പനി സർവീസ് തന്നെ പോയിട്ടുള്ള വെഹിക്കിളും കൂടിയാണ്. ഏകദേശം 5 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ എഞ്ചിനോ ഗിയർ ബോക്സിനോ യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു പ്രീമിയം കാറ് വീട്ടിൽ വാങ്ങി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ടൊയോട്ടയെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടീഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ എഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെർഫെക്ഷൻ ഒരു പ്രീമിയം കാറ് മേടിക്കുമ്പോൾ അതിന് റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കാര്യമായിട്ടുള്ള ഡെൻറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെയുള്ള ആ ഒരു പെർഫെക്ഷൻ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാ എഡ്ജസും യാതൊരു വിധത്തിലുള്ള റസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്ലോസപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ എഡ്ജ് എടുത്ത് നോക്കുകയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ കസ്റ്റമർ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ടിൻ്റെ ഭാഗങ്ങളെന്നുള്ളത്. ഇനി ബൂട്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3D മാറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ജസ്റ്റ് വാഷ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന മാറ്റ് എടുത്തിട്ട് മുകളിലിട്ടത്. ഇതിൻ്റെ സ്പെയർ ടയറിൻ്റെ കണ്ടീഷനാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സ്പെയർ ടയറും അതുപോലെ തന്നെ ബൂട്ട് ഫ്ലോറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള അഴുക്കുകളോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതൊന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. ജസ്റ്റ് നമ്മളത് പുതിയത് ചേഞ്ച് ചെയ്തതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് ഫ്ലോറിൻ്റെ കണ്ടീഷനും. എല്ലാ ഭാഗത്തും ആ ഒരു ഫ്രഷ്നെസ് പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ വെഹിക്കിൾ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള എഡ്ജസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും യാതൊരു ഡാമേജും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ ഓവറോൾ വെഹിക്കിളിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ എൻജിൻ റൂം നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ടും അതുപോലെ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ്സും എഞ്ചിൻ്റെ റെസ്പോൺസും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളെല്ലാം തന്നെ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഏകദേശം 200 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഓൾറെഡി ഓടിച്ച് കഴിഞ്ഞതാണ് വെഹിക്കിൾ. അതിനുശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. റിയർ എക്സ്ട്രാ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഡിസ്പ്ലേയും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡൊക്കെ നമ്മൾ ക്ലോസപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ബ്രേക്കായിട്ടോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ഇനി എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ കൊറോള ഓൾട്ടീസിൻ്റെ മാസീവായിട്ടുള്ള 1.8 ലിറ്റർ 16 വാൽവ് VVTi എഞ്ചിൻ, വേരിയബിൾ വാൽവ് ടൈമിംഗ്, അതും ഇൻ്റലിജൻറ്റ് വേരിയബിൾ വാൽവ് ടൈമിംഗാണ് വരുന്നത്. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 കിലോമീറ്ററും ലോങ് ഡ്രൈവിൽ നമുക്ക് അതിനേക്കാളും കൂടുതലും മൈലേജ് കൺഫേം കിട്ടും. പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്, വലിയ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ലൈഫും ലോങ് ടോർക്കും നല്ല ഡ്രൈവ് ഫണ്ണും ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഈ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വലിയ അധികം കാര്യമായിട്ടുള്ള പവറും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ഓൾട്ടോ പോലത്തെ വണ്ടിയാണ് വേണ്ടത്. അതിന് 20 കിലോമീറ്റർ മൈലേജ് വേണമെന്നുള്ളവർ ഒരിക്കലും ഈ വണ്ടി നമ്മൾ പ്രിഫർ ചെയ്യില്ല. കാരണം ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡ്രൈവ് ഫണ്ട് തരുന്നൊരു വെഹിക്കിൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഓരോ എഡ്ജസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ ഇത് വാഷബിൾ അല്ല, ശരിക്കും ഇത് ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. വാഷ് ചെയ്യാൻ പറ്റാത്തൊരു എഞ്ചിനും ആണ്. കാരണം ഒരുപാട് ഇലക്ട്രിക്കൽ പാർട്സ് കമ്പോണൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വെഹിക്കിളിനുണ്ട്. അതിന് എല്ലാ എഡ്ജസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ഡാമേജോ ഒരു വിധത്തിലുള്ള മൈനർ ആക്സിഡൻറ്റ് പോലും ഇല്ലാതെ ആ ഒരു കമ്പനി സ്റ്റിക്കേഴ്സും കമ്പനി പഞ്ചിങ്ങും എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ എഞ്ചിനാണ്. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്സോ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്നോ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. 100% ക്വാളിറ്റി എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്നുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്ന ഓൾട്ടോയുടെ ആയിരുന്നു. ആ ഓൾട്ടോയുടെ 800cc സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സൗണ്ടിൻ്റെ ഒരു 40% പോലും സൗണ്ട് വൈബ്രേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വെഹിക്കിളിനില്ല. ശരിക്കും ഇത് സ്റ്റാർട്ടിങ് ആണ്. യാതൊരു വിധത്തിലുള്ള ഷെയ്ക്കുകളോ വൈബ്രേഷനോ ഒന്നും ഇല്ലാതെ അത്രയും പെർഫെക്റ്റ്ലി ഇരിക്കുന്ന എഞ്ചിനും കൂടിയാണ് വെഹിക്കിളിൻ്റെ. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂളൻറ്റിൻ്റെ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ്. യാതൊരു വിധത്തിലുള്ള സർവീസ് മെയിൻ്റനൻസ് അല്ലാതെ യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. മാത്രമല്ല ബാറ്ററിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 2020 റീപ്ലേസ് ചെയ്തിട്ടുള്ള ആമറോണിൻ്റെ ബാറ്ററിയും കൂടിയാണ് ഈ വെഹിക്കിളിനുള്ളത്. അപ്പോൾ എല്ലാ എഡ്ജസും എല്ലാ ഭാഗങ്ങളും നമ്മൾ എടുത്ത് നോക്കിയതായിരുന്നു. യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റിനെ കുറിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നും തന്നെ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒന്നും വെഹിക്കിളിനില്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ശരിക്കും 2010 മോഡൽ 11 മോഡൽ ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റ് ഓട്ടോമാറ്റിക് സെഡാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ എന്നുള്ളത്. 2010 മോഡൽ ഓട്ടോമാറ്റിക് ഓപ്ഷനിലുള്ള ഈ ഒരു കൊറോള ഓൾട്ടീസ് പെട്രോൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 3,60,000 rupees ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്.